രാധികെ, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാനോ? ഞാൻ വിജയേട്ടൻ പറഞ്ഞ ലോകത്തേക്ക് പറന്നെത്തി. ആ ലോകം എന്നാണോ എനിക്ക് യാഥാർത്ഥ്യമാവുന്നത്? നീ വിഷമിക്കാതിരിക്കൂ. ഞാൻ പോലീസിൽ ഹാജരാകും. ശിക്ഷ കഴിഞ്ഞ് ഉടനെ തിരിച്ചെത്തും. അതുവരെ നീ ഇവിടെ താമസിക്കും. അതിന് എന്നെ അവർ വിടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ വിജയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം പുരുഷനാണ്. അവൻ കെട്ടുന്ന താലിയാണ്. വിജയേട്ടൻ എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നതിന് മുൻപ് എന്റെ കഴുത്തിൽ താലി കിട്ടും. വിജയേട്ടന്റെ ഭാര്യയായി ഈ വീട്ടിൽ ഞാൻ താമസിച്ചോളാം. ശരിയാണ്. നമ്മുടെ വിവാഹം ഉടനെ നടക്കണം. നാരായണൻകുട്ടി, എന്നാ വിളിച്ചോ? നാരായണൻകുട്ടി, ഞങ്ങളുടെ വിവാഹം പെട്ടെന്ന് നടക്കണം. അതിനുള്ള ഒരുക്കങ്ങൾ നീ ഉടനെ ചെയ്യും. ഉറച്ചോ? ഈശ്വര, പിന്നെ എന്ത് ഒരുങ്ങാനിരിക്കുന്നു? ഓ, ഗാന്ധർവമാണല്ലോ. അവര് രഹസ്യമായിരിക്കണം. നമുക്കേ ആ പുളിഞ്ഞമ്പലത്തിനടുത്തുള്ള മണ്ഡപത്തിൽ വെച്ച് നടത്താം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ് വിവാഹം. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ നടക്കേണ്ട ഒരു മംഗളകർമ്മം. എന്റെ അച്ഛൻ എന്നേ മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന അമ്മ ആശീർവദിക്കാൻ വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ എനിക്ക് സഹിക്കാനാവുന്നില്ല. എല്ലാം വിധിയാണെന്ന് കരുതാം. ഞാൻ പോകുന്നു. വിവാഹത്തിന് ഞാൻ മണ്ഡപത്തിൽ വന്നോളാം. ഓക്കെ? ഞാൻ പറ്റേ, പിന്നെ കാണാം. ഈശ്വര, വിജയേട്ടന്റെ അമ്മ എവിടെയാ താമസിക്കുന്നറിയാമോ? വിജയേട്ടന്റെ അമ്മയോ? അതിന് സ്ഥിരീകരണം കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ വിജയണ്ണൻ അമ്മയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ അറിയാം. എന്തിനാ? ആ അമ്മയെ ഒന്ന് കാണിച്ചു തരാമോ? അതിന് പ്രത്യേകം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. കണ്ടിട്ട് എന്തിയാ പോകുന്നു? ഞാനൊന്ന് കാല് പിടിച്ചപേക്ഷിച്ചെങ്കിലും ഞങ്ങളുടെ കല്യാണത്തിന് അമ്മയെ കൊണ്ടുവരാൻ ശ്രമിക്കും. കൈക്ക് പിടിച്ചാ വരാത്ത പാർട്ടിയാ. പിന്നെ ആ കണ്ണ് കാണിച്ചാ വരുന്നത്. നല്ല ചേലായി. അഥവാ വന്നില്ലെങ്കിൽ തന്നെ വിജയേട്ടനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്കൊന്ന് ശ്രമിച്ചൂടെ? എന്റെ വിജയേട്ടന്റെ അമ്മയെ എനിക്കൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അവസാനം പറഞ്ഞത് നടക്കും. കാണാം, കാണിച്ചു തരാം. പുള്ളിക്കാരത്തി എല്ലാ വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രത്തിൽ തൊഴാൻ വരും. ഞാനൊരു അനാഥയാണ്. അമ്മയൊന്ന് കാണാൻ വന്നതാ. എന്തിനാ? അമ്മയെപ്പോലുള്ള ഒരു സ്ത്രീയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏക ആശ്രയം. എനിക്ക് അമ്മയുടെ സഹായം ഇപ്പോഴാവശ്യമാണ്. അത് യാചിക്കാനാണ് ഞാൻ വന്നത്. കാര്യം പറയൂ. എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും അത് രഹസ്യമായിട്ടാണ് നടക്കുന്നത്. കല്യാണ സമയത്ത് എന്നെ ആശീർവദിക്കാൻ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ അമ്മയെ ക്ഷണിക്കുകയാണ്. ഞാൻ വരാം മോളെ. ആരാണ് മോളെ നിന്നെപ്പോലുള്ള ഒരു അനാഥയ്ക്ക് ആശ്രയം തരാൻ ഒരുങ്ങിയ ആ നല്ല മനുഷ്യൻ? എന്നെക്കാൾ നിർഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ. പെറ്റമ്മയെ അമ്മയെന്ന് വിളിച്ച തെറ്റിന് ജയിലിൽ പോകേണ്ടി വന്ന ഒരാൾ. ബംഗ്ലാവിൽ മോഷണത്തിന് ശ്രമിച്ച കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആ വിജയൻ. വിജയനോ? അതെ, അവൻ എന്റെ മോനാണ് മോളെ. അവനാണ് മോളെ നിന്റെ ഭർത്താവാൻ പോകുന്നത്. അതെ അമ്മേ.
വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ മോനെ എന്നൊന്ന് വിളിക്കാഞ്ഞതുകൊണ്ട് ചേട്ടൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ? ശരിയാണ് മോളെ, 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ് അവനെ. എന്നെ പോലെ നിർഭാഗ്യവതിയായ അമ്മ ഈ ഭൂമിയിലില്ല. മോനെ എന്നൊന്ന് വിളിക്കാൻ എന്റെ മോൻ യാചിച്ചപ്പോൾ അതിന് കഴിയാത്ത ഒരു നീറുന്ന മനസ്സിന്റെ ഉടമയാണ് ഞാൻ. ഏതായാലും നീ ഭാഗ്യവതിയാണ് മോളെ. എന്റെ മോന്റെ ജീവിതം ഇനി നിന്റെ കയ്യിലാണ്. നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ തീർച്ചയായിട്ടും വരും. എവിടെ വെച്ചാണ്? പൊളിഞ്ഞമ്പലത്തിനടുത്തുള്ള മണ്ഡപത്തിൽ വെച്ചാണ്. എന്റെ മോന് എന്നോട് വെറുപ്പായിരിക്കും. ഇല്ല, ആ ഹൃദയത്തിൽ വേദനയേ ഉള്ളൂ. അമ്മ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെങ്കിൽ വിജയേട്ടന്റെ ദുഃഖമെല്ലാം പോകും. ഞാൻ വരും മോളെ. എന്റെ മകന്റെ വിവാഹത്തിന് ഞാൻ തീർച്ചയായിട്ടും വരും. അമ്മേ, ഞാൻ വരട്ടെ. ശരി. ആശാൻ അറിഞ്ഞോ കല്യാണം? ആരുടെ? ആരുടെ ഒന്നു ആരാധികയുടെ. ആ പൊളിഞ്ഞ അമ്പലത്തിൽ വെച്ച് സംഗതി സീക്രട്ട് ആയിട്ട് നടക്കും. വരൻ സുപ്രസിദ്ധ കള്ളൻ മിസ്റ്റർ വിജയൻ. അവൻ പോലീസിന്റെ പിടികിട്ടാ പുള്ളിയാണ്. ഈ വിവരം നീ പോലീസിൽ അറിയിക്കണം. ആരുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് കാണാം. ഞാനല്പം താമസിച്ചു പോയി. എല്ലാം വേഗമാവട്ടെ. വരട്ടെ, മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരാൾ കൂടെ വരാനുണ്ടായിരുന്നു. ആര്? അമ്മ. ആരുടെ അമ്മ? വിജയേട്ടന്റെ അമ്മ. എന്റെ അമ്മയോ? നിനക്ക് ഭ്രാന്തം. അമ്മ വരില്ല. സമയം കളണ്ട, വേഗം നടക്കട്ടെ. ഇല്ല വിജയേട്ട, അമ്മ വരും. വിജയേട്ടനോട് അമ്മയ്ക്ക് സ്നേഹമുണ്ട്. എന്റെ അമ്മയെ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാമോ? പെറ്റ കാര്യം കൂടി മറന്നൊരു സ്ത്രീയാണ് അവർ. വരില്ല. അവരുടെ മനസ്സൊരു കല്ലാണ്. അങ്ങനെ പറയരുത്. മകന് വേണ്ടി തേങ്ങുന്ന ഒരു ഹൃദയമാണ് അവരുടേത്. അവർക്ക് വേണ്ടി അല്പസമയം. ഏതായാലും ഇത്രയും താമസിച്ചില്ലേ? രാധിക പറയുന്നതിലും നിങ്ങൾ ഈ കല്യാണം മുടക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ്. ഇല്ല, ഞാനാണ് ഈ കല്യാണത്തിന് നിർബന്ധിച്ചത്. നമ്മുടെ വിവാഹത്തിന് അമ്മ വരില്ലെന്ന് പറഞ്ഞ് വിജയേട്ടൻ ദുഃഖിച്ചില്ലേ? എനിക്കത് സഹിച്ചില്ല. ഞാൻ അമ്മയെ പോയി കണ്ടു. തീർച്ചയായും നമ്മുടെ കല്യാണത്തിന് വരാമെന്ന് അമ്മ സമ്മതിച്ചു. അവരൊരു ദേവതയാണ്. ഒരു മിന്നിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നവളാണ് ഞാൻ. ഞാനാണ് അല്പസമയം ചോദിക്കുന്നത്. ശരി, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇനിയും കാക്കണം. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതോ അമ്മ വരുന്നു.
ഓഹോ, അമ്മ വരാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. വീണ്ടും എന്നെ പോലീസിലേക്ക്. വിജയേട്ടാ, ഏതായാലും ഈ ചതിക്ക് ഞാൻ നിന്ന് കൊടുക്കാൻ പാടില്ല. വരൂ, നമുക്ക് പോകാം. ഇല്ല, ആ സ്ത്രീയോട് എനിക്ക് 2 വാക്ക് പറയണം. നിങ്ങളാണ് യഥാർത്ഥ അമ്മ. ഈ അമ്പലമുറ്റത്ത് വെച്ച് എന്നോട് സംസാരിച്ചപ്പോൾ അവിടുത്തെ ദേവിയാണ് നിങ്ങളെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ മാതൃത്വത്തിനു കൂടി അപമാനമാണ്. ആശീർവദിക്കാൻ എന്ന പേരിൽ സ്വന്തം മോനെ പിടിപ്പിക്കാൻ പോലീസുമായി വന്നിരിക്കുന്നു. മോനെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നത് കാണാൻ എന്തൊരാഗ്രഹം. ഞാൻ എന്തോ കൊതിയോടെ കാത്തിരുന്ന എന്റെ ജീവിതമാണ് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ചവിട്ടി തേച്ചത്. ഈശ്വരനെതിരെ മാപ്പ് തരില്ല. മോളെ, എനിക്കിതൊന്നും അറിഞ്ഞൂടാ. സത്യത്തിൽ ഞാനല്ല പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്നത്. മോളെ, ദൈവമേ, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? മോനെ, അമ്മ എന്തിനാ കരയുന്നത്? അമ്മ എന്തിനിവിടെ വന്നു? അമ്മയുടെ വന്നത് ഈ കല്യാണത്തിൽ പങ്കെടുക്കാനാണ്. ഒരു കള്ളന്റെ കല്യാണവും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്? എനിക്കറിയാം, അമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റൊരു മകൻ കൂടിയുണ്ട്. വിജയൻ അമ്മയുടെ മകനാണ്. മറ്റൊരാളിന്റെ മുമ്പിൽ സമ്മതിക്കാനാവാത്ത വിധം അമ്മ ചെയ്ത തെറ്റിന്റെ സന്താനം. അങ്ങനെ പറയരുത്. അമ്മേ, ഞാനും അവനും തമ്മിൽ അമ്മയ്ക്ക് എന്താണ് വ്യത്യാസം? ഞങ്ങൾ രണ്ടുപേരെയും അമ്മ പ്രസവിച്ചതല്ലേ? ഇല്ല മോനെ, ഞാൻ ഒരു മകനെ മാത്രമേ പ്രസവിച്ചുള്ളൂ. പിന്നെ അവൻ? അവനാണ് മോനെ ഞാൻ പ്രസവിച്ച മകൻ. അമ്മേ, അപ്പോ ഞാൻ? എന്നോട് ക്ഷമിക്കും മോനെ. നിന്നെ പ്രസവിച്ചത് ഞാനല്ല. അന്നത്തെ കാറപകടത്തിൽ നിന്റെ അമ്മ മരിച്ചുപോയി. അവരുടെ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ഞാൻ ആ വിവരം പറയാൻ നിന്റെ വീട്ടിലെത്തിയപ്പോൾ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് എന്നെ അമ്മയാക്കി. അപ്പോൾ എനിക്ക് മറിച്ച് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ നിന്റെ അമ്മയായി തുടരേണ്ടി വന്നു. ഇതാണ് മോനെ സത്യം. മോനെ, ഈ അമ്മയുടെ തെറ്റ് ക്ഷമിക്കും മോനെ, ക്ഷമിക്ക്. എന്തിന്? അമ്മ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്റെ അമ്മ നിങ്ങൾ മാത്രമാണ്. ഈ സത്യം അമ്മയ്ക്ക് കുറെ കൂടെ നേരത്തെ പറയാമായിരുന്നു. ഞാൻ കുറെ കരഞ്ഞെന്നിരിക്കും. അമ്മ എത്രയേറെ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അമ്മ നൊന്തുപെറ്റ മകനോട് അനീതി കാണിക്കേണ്ടി വരില്ലായിരുന്നു. സാരമില്ല, ഇനിയും സമയമുണ്ട്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മോനെ, എന്നോട് ക്ഷമിക്ക് മോനെ, ക്ഷമിക്ക്. നാണിച്ചേട്ടാ,
പയ്യെ ഭർഗമുള്ള പിടിച്ചോണ്ട് പോയി. എന്നിട്ട് നീ നോക്കിയെന്നു? അവന്റെ ഗുണ്ടകൾ എന്നെ അടിച്ച് താഴെ ഇട്ടു. എങ്ങോട്ട് കൊണ്ടുപോയി? ആ പുലിക്കുഴി ഭാഗത്തേക്കാ കൊണ്ടുപോയത്. ഞാനും വരാം. നീ ഹോസ്പിറ്റലിൽ പോ. ജോൺ റോബർട്ട്. എന്നെ നീ ഓർക്കുന്നുണ്ടോ? ജോൺ റോബർട്ട്. ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ഇത്തരം ഒരു അവസരത്തിന് വേണ്ടി കോസ് നടക്കുകയായിരുന്നു. റോബർട്ട്, ദയവ് ചെയ്ത് എന്നെ തടയരുത്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഒരു പാവം പെൺകുട്ടിയെ രക്ഷിക്കാൻ തൽക്കാലം എന്നെ അനുവദിക്കൂ. നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. എന്തിനാണെന്നും അറിയാം. നിനക്ക് നിന്റെ കാമുകയെ രക്ഷിക്കണമല്ലേ? ഈ സൗമനസ്യം അന്ന് നീ എന്നോട് കാണിച്ചിരുന്നെങ്കിൽ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നിനക്കറിയാമോ? സർവസ്വമായിരുന്നു എന്റെ ഭാര്യ. മരണക്കിടക്കിൽ കിടന്നിരുന്ന എന്റെ ഭാര്യയെ രക്ഷിക്കാൻ വെറും 5000 രൂപയ്ക്ക് വേണ്ടി നായപ്പൻ നിന്റെ കാലെ പിടിച്ച് നോക്കി എന്നെ വിശ്വസിക്കാൻ പോലും നീ തയ്യാറായില്ല. എന്റെ ഭാര്യയെ കൊന്ന നീയാണടാ. അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇന്ന് നിന്റേതാണ്. അന്ന് നീ എനിക്ക് 5 മിനിറ്റ് സമയം തന്നു. ഇന്ന് ഞാൻ നിനക്ക് 10 മിനിറ്റ് സമയം തരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ബൈക്ക് എടുക്കൂ.
രാധേ 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 എനിക്ക് വിജയേട്ടന്റെ ഭാര്യയെ മരിക്കാൻ രാധേ 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 നിങ്ങളുടെ വിധി നടപ്പാക്കേണ്ടത് നാളെയാണ്. അതിനു മുമ്പ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അവസാനത്തെ ആഗ്രഹം അത് പറഞ്ഞാൽ സാധിച്ചു തരും. തീർച്ചയായും അത് നടപ്പാക്കേണ്ടത് നിയമപരമായ കടമയാണ്. എങ്കിൽ പറയാം, എന്നെ ഒന്ന് തുറന്നുവിടണം. നടക്കും? ഇല്ല, മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയും. ചുരുക്കം നിങ്ങളുടെ ആഗ്രഹം ഞാൻ പറയണമെന്ന്. എന്ത് പ്രഹസനമാണിത്? ഒരു തൂക്കുവിളിയെ സംബന്ധിച്ച് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ നിങ്ങൾ കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൊല്ലാൻ നിർത്തിയിരിക്കുന്ന ഒരു കോഴിക്കത് കൊടുക്കുന്നത് മനസ്സിലാക്കാം. കൂടുതൽ ഇറച്ചി കിട്ടിയിരിക്കും.
എനിക്കെന്തിനീ സൽക്കാരം? ഈ രാജ്യത്തെ നിയമം മനുഷ്യമാംസം തിന്നാറുണ്ടോ? നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്ത് നിയമം? വരക്കിയെ കാത്തു കിടക്കുന്ന എന്ത് രോഗം വന്നാലും നിങ്ങളുടെ നിയമം ചികിത്സിച്ച് ഭേദപ്പെടും. എന്തിന്? നിങ്ങൾക്ക് തന്നെ കുരുക്കിട്ട് കൊല്ലാൻ. ജീവിച്ചിരിക്കേണ്ട ആയിരക്കണക്കിന് മനുഷ്യർ ചികിത്സ കിട്ടാതെ പടഞ്ഞു വരിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒരു നിയമം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് തന്നെ എന്നെ പച്ചയായി കൊല്ലണമല്ലേ? ഇതൊക്കെ ഞങ്ങളോട് എന്ത് പറയും? ഞങ്ങൾ വരും ജീവനക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയും. ശരി, കൊലമരത്തിന്റെ ചൂട്ടിൽ വെച്ച് എനിക്ക് നമ്മയെ കാണണം. ഞാൻ തൂക്കുകയറിൽ കിടന്ന് പിടഞ്ഞിരിക്കുന്നത് എന്റെ അമ്മ കാണണം. താമസിച്ചു പോയമ്മേ, വളരെ താമസിച്ചു പോയി. ഈ സമയത്ത് അമ്മ വരണമെന്ന് പറഞ്ഞത് എനിക്കമ്മയെ കാണാനല്ല. ഈ നിലയിൽ അമ്മ മകനെ കാണാൻ, ഒരമ്മ വളർത്തിവിട്ട വഴിയിലൂടെ നടന്നു നീങ്ങിയ ഒരു മകന്റെ അന്ത്യം. അതാണ് എന്റെ അമ്മ കാണാൻ പോകുന്നത്. അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളെ തിരുത്താൻ എന്റെ അമ്മ ഒരിക്കലും ശ്രമിച്ചില്ല. കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ അമ്മ വളം വെക്കുകയായിരുന്നു. സ്വയം തിരുത്താനാവാത്ത വിധം എന്നെ ഒരു കള്ളനാക്കി മാറ്റിയത് എന്റെ അമ്മയാണ്. ലോകത്തൊരമ്മയും ചെയ്യാത്ത മഹാപാപം എന്റെ അമ്മ ചെയ്യുകയായിരുന്നു. മകന്റെ കഴുത്തിൽ കയറുമുറുകുന്ന ഈ കാഴ്ച എന്റെ അമ്മയ്ക്ക് ദൈവത്തിന്റെ സമ്മാനമാണ്. അമ്മയും മകനും എന്ന ലോക യാഥാർത്ഥ്യത്തിനും നമ്മൾ ഇണങ്ങാതെ പോയി. അമ്മയുടെ മകൻ പോട്ടെ, ആ കുഴമ